नमस्ते। आप सभी को स्पोकन हिंदी की रास में तहे दिल से स्वागत करती हूँ और आज की खास विशेषता खासियत यही है कि आज विश्व हिंदी दिवस है, इसीलिए तहे दिल से आपको भी विश्व हिंदी दिवस की शुभकामनाएं देती हूँ। और आज मैं आपसे कुछ बातें कहने के लिए आई हूँ, कुछ सिखाने के लिए, सीखने के लिए, ऐसे कुछ भी नहीं है, लेकिन इससे भी आपको बहुत फायदा होगा। ഞാൻ ഇന്ന് നിങ്ങളടുത്ത് സംസാരിക്കാൻ പോകുന്നത് ഹിന്ദി ഭാഷയെ പറ്റിയിട്ടാണ്. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദിയെ പറ്റിയിട്ട് ഈ ഒരു വിഷയത്തിലാണ് എന്നുള്ളത് കാണുമ്പം ശരിക്കും ബീങ് എ ടീച്ചർ, ഒരു ഹിന്ദി സ്നേഹി, ഹിന്ദി പ്രേമി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നോക്കുമ്പം എന്നെ സംബന്ധിച്ച് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ന് ഇന്റർനാഷണൽ ഹിന്ദി ഡേ ആയിട്ട് കൂടെ നമ്മൾ ഹിന്ദി നമ്മളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണോ അല്ലെങ്കിൽ നാഷണൽ ലാംഗ്വേജ് ആണോ എന്നുള്ള പേരിൽ, നാഷണൽ ലാംഗ്വേജ് ആണോ അല്ലേ ഒഫീഷ്യൽ ലാംഗ്വേജ് മാത്രമാണോ എന്നൊക്കെയുള്ള പേരിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുക. ആരാണ് ഇവിടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഹിന്ദി നമ്മളുടെ നാഷണൽ ലാംഗ്വേജ് ആണെന്നുള്ളത്? ആരും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മളുടെ ഒരു മാനസിക വികാരമുണ്ട്, നമ്മളുടെ ഒരു നാഷണൽ ഫീലിംഗ് ഉണ്ട്, ബീയിങ് ടുഗദർ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. നമുക്കറിയാം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് സ്വാതന്ത്ര്യം നേടാൻ സഹായിച്ച ഒരുപാട് എലമെന്റ്സുകളുണ്ട്. ആ എലമെന്റ്സിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എല്ലാ ആളുകളെയും കൂട്ടിച്ചേർക്കാൻ സാധിച്ചത് എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ പല സ്ഥലത്തും, ഇപ്പൊ ഞാൻ നവോദയയിലാണ് വർക്ക് ചെയ്യുന്നത്, നവോദയയിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ഹരിയാനയിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്, തമിഴ്നാട് നിന്നുണ്ട്, കേരളത്തിൽ നിന്നുണ്ട്, ഉത്തർപ്രദേശിൽ നിന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന്, ഗുജറാത്തിൽ നിന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുണ്ട്, കർണാടകത്തിൽ നിന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ കൂട്ടി യോജിപ്പിക്കുന്നത് എന്താണ്? തീർച്ചയായിട്ടും ഭാഷയാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളെ ഒരേ ഇമോഷന്റെ രീതിയിൽ കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്നത് ഒരു സമ്പർക്ക് ഭാഷ എന്ന് പറയും ഹിന്ദിയിൽ. കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു സമ്പർക്ക ഭാഷയുണ്ട്, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ഭാഷയുണ്ട്. അങ്ങനെ ഒരു ഭാഷ കൂടിയാണ് ഹിന്ദി എന്ന് ദയവ് ചെയ്ത് ഒരാളും മറന്നു പോരുതെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മനസ്സിൽ വെക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അതായത് ഹിന്ദി എന്ന് പറയുന്നത് ഒഫീഷ്യലി നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. പിന്നെ ഇന്ത്യയിൽ എത്ര നാഷണൽ ലാംഗ്വേജസ് ഉണ്ട് എന്ന് അറിയാം നിങ്ങൾക്ക്? ഇന്ത്യയുടെ 8th ഷെഡ്യൂളിൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 8th ഷെഡ്യൂളിൽ പറയുന്ന 22 ലാംഗ്വേജസ് ഉണ്ട്. ആ 22 ലാംഗ്വേജസും നമ്മുടെ എന്താണ്? നാഷണൽ ലാംഗ്വേജ് ആണ്. ഒരു ഭാഷയ്ക്കല്ല, എല്ലാ ഭാഷയ്ക്കും ഒരേ പ്രാധാന്യമാണ് നമ്മൾ കൊടുത്തത്. വൈ? ഭാരത് വിവിധതാമേ ഏകത രക്തേ ഹേ അല്ലെ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ് അല്ലെ. ഒരുപാട് കൾച്ചർ, ഒരുപാട് ഭാഷ, ഒരുപാട് സംസ്കാരങ്ങൾ എല്ലാം നിറഞ്ഞതാണ് എന്താണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാത്തിനും ഒരേ പ്രയോറിറ്റിയാണ് കൊടുക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഹിന്ദി എന്നുള്ള ചോദ്യത്തിലാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളടുത്ത് പറഞ്ഞത്. ഹിന്ദിയെ നമ്മളൊരു സമ്പർക്ക ഭാഷയായിട്ട് കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകളെ കൂട്ടി യോജിപ്പിക്കാൻ, ചേർത്ത് നിർത്താൻ എല്ലാം സഹായിച്ചിട്ടുള്ള ഒരു ഭാഷയാണ് ഹിന്ദി. ദയവ് ചെയ്ത് നിങ്ങൾ ഹിന്ദിയെ അപമാനിക്കരുത്. ഇന്ന് ഇന്റർനാഷണൽ ഹിന്ദി ദിവസമാണ്. ഈ ഒരു ദിവസമെങ്കിലും പ്ലീസ് ഹിന്ദിയെ പറ്റി ആരാണ് അങ്ങനെ പറഞ്ഞത്? ഹിന്ദി അങ്ങനെ ഒരു ഭാഷയാണോ? ഹിന്ദി ഇങ്ങനെ ഒരു ഭാഷയാണോ? ഹിന്ദിക്ക് എത്ര പ്രാധാന്യമൊന്നുമില്ല. എന്തിനാണ് നിങ്ങൾ സ്വയം ചളി വാരി എറിയുന്നത്? നമ്മളുടെ രാഷ്ട്രത്തിലെ ഒരു ഭാഷയാണ്. എല്ലാ ഭാഷകൾക്കുള്ള പ്രാധാന്യം പോലെ തന്നെ ഹിന്ദിക്കും പ്രാധാന്യമുണ്ട്. അതിൽ കൂടുതൽ ഒരു പടി ഹിന്ദി ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ബീങ് എ ഹിന്ദി ടീച്ചർ എന്നുള്ള നിലയിൽ മാത്രമല്ല, ബീങ് എ ഹിന്ദുസ്ഥാനി എന്നുള്ള നിലയിൽ കൂടെ ഞാൻ നിന്നിട്ട് സംസാരിക്കുകയാണ്. ഇപ്പം ഒരു പടി കൂടെ ഹിന്ദി ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനും അതിനും മേലെയും സപ്പോർട്ട് ഹിന്ദി എന്നുള്ള ഭാഷ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ചരിത്രത്തിലെയും നിന്നുകൊണ്ട് തന്നെയാണ് ഹിന്ദിക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നതും. തീർച്ചയായിട്ടും നമുക്കറിയണം. ഇപ്പൊ തന്നെ ഞാനിപ്പോൾ സ്പോക്കൺ ഹിന്ദിന്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഒരുപാട് ഗൾഫിലുള്ള ആളുകൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നത്, മാഡം അറബികൾക്ക് ഹിന്ദി അറിയാം, എന്നിട്ട് നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള നമുക്ക് ഹിന്ദി അറിയില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ അറിയില്ല എന്ന് വിചാരിക്കുമ്പോൾ ഉള്ളിൽ തന്നെ ഒരു വല്ലാത്തൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. അത്
അത് എന്തോ വല്ലാണ്ട് ഹേർട്ട് ചെയ്യുന്നു മാഡം. അപ്പോഴാണ് നമ്മൾ നാട് വിട്ട് പോകുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഭാഷ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നാടെന്ന് പറയുമ്പം ആളുകൾ ഇപ്പോഴും ഹിന്ദിയായിട്ട് കണക്ട് ചെയ്തിട്ട് ഒക്കെയാണ് മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറയുമ്പം ശരിക്കും നമ്മൾ നാട് വിട്ടു പോകുമ്പോഴാണ് നിങ്ങൾ ശരിക്കും തിരിച്ചറിയുന്നത് നമ്മൾ എന്താണെന്നുള്ളത്, നമ്മളുടെ ഐഡന്റിറ്റി എന്താണ്, നമ്മളെ അസ്തിത്വം എന്താണെന്ന്. അല്ലാണ്ട് ഇവിടെ നിൽക്കുമ്പം ശരിക്കും നമ്മൾ എന്തിനാണ് സ്വയം ചെളിവാരി എറിയുന്നത് എന്ന് സത്യമായിട്ടും എനിക്കറിയില്ല. ദയവ് ചെയ്ത് ഹിന്ദി എന്ന് പറയുന്നതിന് ഒരു ഭാഷയുടെ പേരിൽ ഡിറ്റർമിൻ ചെയ്ത് നിങ്ങളിങ്ങനെ തൂക്കിലേറ്റുന്ന രീതിയിലേക്ക് പോവരുത്. ഹിന്ദി നമ്മളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. 22 ഭാഷകൾക്കുമുള്ള അതേ പ്രാധാന്യം തന്നെ ഹിന്ദിക്കുണ്ട്. സമ്പർക്ക് ഭാഷ എന്നുള്ള നിലയിൽ ഹിന്ദി ഉയർന്ന നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. നാഷണൽ ലാംഗ്വേജസ് 22, ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദി ഇൻ ഇന്ത്യ ആൻഡ് സമ്പർക്ക് ഭാഷ നമ്മുടെ ലിങ്ക് ലാംഗ്വേജ് എന്ന് പറയും. ലിങ്ക് ലാംഗ്വേജ് ആണ് ഹിന്ദി. ഓക്കെ, എല്ലാ ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ച ഒരു ഭാഷയാണ് ഹിന്ദി. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദി ഭാഷയ്ക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഈ ഇന്റർനാഷണൽ ഹിന്ദി ഡേയിൽ, വിശ്വ ഹിന്ദി ദിവസത്തിൽ എനിക്ക് ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട്. താങ്ക് യു. ഇനി ക്രൂശിക്കപ്പെടില്ല ഹിന്ദി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.